കടയനല്ലൂർ എന്ന പ്രദേശത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. സൂര്യഗായത്രി അവിടെ നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തെങ്കാശിക്കടുത്തുള്ള ഒരു പ്രദേശമാണ് കടയനല്ലൂർ. സൂര്യഗായത്രി വിവരങ്ങളുമായുണ്ട്. സൂര്യഗായത്രി, അവിടെ എങ്ങനെയാണ് ഈ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുന്ന നിമിഷങ്ങൾ? വലിയ ഇപ്പോൾ പലയിടങ്ങളിലും ബാനറുകളില്ല, അതുപോലെ തന്നെ വലിയ പോസ്റ്ററുകളില്ല, വലിയ കൊടിതോരണങ്ങളില്ല. അങ്ങനെയൊന്നും ഇല്ലെങ്കിലും പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള അതായത് വാഗ്ദാനങ്ങൾ എത്തിക്കുക, വോട്ട് ചെയ്യണമെന്ന അഭ്യർത്ഥന അവരിലേക്ക് എത്തുക, ഇതിനൊക്കെ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പലയിടങ്ങളിലും. കടയനല്ലൂരിൽ എങ്ങനെയാണ് സ്ഥിതി? തെങ്കാശിക്കടുത്താണല്ലോ അല്ലേ? തെങ്കാശി ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഒന്നാണ് കടയനല്ലൂർ. ഇവിടെ സംബന്ധിച്ചിടത്തോളം 2 നിയമസഭാ മണ്ഡലങ്ങൾ DMK ആണ്, അതുപോലെ തന്നെ 2 ADMK ആണ്, 1 കോൺഗ്രസ് ഭരിക്കുന്നു എന്നുള്ളതാണ്. കടയനല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം തെങ്കാശിയിലെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സ്ഥിരമായിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു പാർട്ടിയുടെ അഭികാമ്യം വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളല്ല എന്നുള്ളതാണ്. DMK-ക്കുമാണ് പ്രാധാന്യം കൂടുതൽ. ഇവരുടെ സഖ്യകക്ഷികളും ആണ് മാറി മാറി ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ ഭരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് പോലെ ഇതുപോലെയുള്ള ഓരോ പ്രചാരണ വാഹനങ്ങൾ കാണാമെന്നല്ലാതെ വലിയ തരത്തിലുള്ള പ്രചാരണം അല്ലെങ്കിൽ പരസ്യ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് പോകുന്നതിന്റെ ഒരു തരത്തിലുള്ള ആവേശവും നമുക്കിവിടെ കാണാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കൃത്യമായിട്ട് രാഷ്ട്രീയം പറയുന്ന അതിസാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ പാർക്കുന്ന ഇടം കൂടിയാണ് എന്നുള്ളതാണ്. മുസ്ലിം വോട്ടുകൾ വിജയെ നിർണ്ണയിക്കും എന്നുള്ളത് കൂടിയാണ് കടയനല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്തവണ ADMK-യുടെ സ്ഥാനാർത്ഥി അത് സിറ്റിംഗ് MLA ആയിട്ടുള്ള വ്യക്തി തന്നെയാണ്. കൃഷ്ണമുരളിയാണ് സ്ഥാനാർത്ഥി. DMK-ക്ക് തീമു രാജേന്ദ്രനാണ്. TVK മത്സരിക്കുന്നുണ്ട്, കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പോലും വിജയിച്ച് ഒട്ടുള്ള മണ്ഡലം കൂടിയാണ്. അണ്ണേ തെരഞ്ഞെടുപ്പ് குட்டி கிருஷ்ணமுரளி குட்டியப்பா யாருக்கு சான்ஸ்? ரெட்டலை ADMK MLA அவர் தான் வருவார். TVK-க்கு வாய்ப்புள்ள TVK-க்கு இங்கே அவ்வளோ தூரத்துக்கு இல்லை, ஒன்றும் அப்படி அவ்வளோ தூரத்துக்கு இல்லை. DMK ஆட்சி எப்படி மேடம்? தமிழ்நாட்டை பொறுத்தவரையில் பிரதான கட்சி வந்து 2. ஒன்று அனைத்து இந்திய அண்ணா திராவிட முன்னேற்ற கழகம், ஒன்று திராவிட முன்னேற்ற கழகம். இதுக்கு தான் இல்லை சான்ஸ், அவ்வளோ தூரத்துக்கு இல்லை. எங்களுடைய வாய்ப்புகள் வந்து 2ல் ஏமா DMK தான் ஆட்சி அமைக்கும். DMK 200க்கு மேலே சீட் எடுக்கும். இவர் எந்த இது இல்லை, அவர் தான் முதலமைச்சர். MK ஸ்டாலின் தான் முதலமைச்சர். ADMK சிட்டிங் சீட் தானே? சேம் சிட்டி சீட் 50 சீட் தான் எடுப்பாங்க, அது கன்ஃபார்ம். ஆட்சி எப்படி அண்ணே? ADMK MLA അവർ தான் வரணும். തെങ്കാശി ജില്ലയിലെ കടയനല്ലൂരിൽ നിന്നാണ് സൂര്യഗായത്രി വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.